ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ലെനോവോയുടെ ThinkPad E16 ജനറേഷൻ 2 ലാപ്ടോപ്പാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന ലെനോവോയുടെ ThinkPad E16. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് ഒന്ന് നോക്കാം. ഇത് അത്യാവശ്യം തിക്നെസ് തോന്നുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു ലാപ്ടോപ്പ് ബാഗ് കൂടി വരുന്നുണ്ട്. ഇതൊരു ബിസിനസ് ലാപ്ടോപ്പാണ്. ബിസിനസ് ലാപ്ടോപ്പ് മിക്ക മോഡലിൻ്റെ കൂടെയും ഒരു ലാപ്ടോപ്പ് ബാഗ് വരുന്നത് സാധാരണയാണ്. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് അൺബോക്സ് ചെയ്യാം. ഇവിടെയാണ് ഒരു പേപ്പർ ടാഗ് വരുന്നത്, അത് കട്ട് ചെയ്യാം. ഓക്കെ, പറഞ്ഞ പോലെ ഇതിലൊരു ലാപ്ടോപ്പ് ബാഗ് ഉണ്ട്. ഒരു ഡീസൻറ്റ് നല്ല ലാപ്ടോപ്പ് ബാഗാണ്. 16 ഇഞ്ച് ലാപ്ടോപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാഗാണ്. നമുക്ക് വേണമെങ്കിൽ ബാഗ് ആദ്യം നോക്കാൻ വേണമെങ്കിൽ ബാഗ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലെനോവോയുടെ ബാഗാണ്. ഇതും ഒരു ടാഗുണ്ട്. ഓക്കെ, അത് പൊട്ടിച്ചാൽ ഒരു പേപ്പറുണ്ട്. ഇതിലെന്താ എഴുതിയേക്കണത്? ലെനോവോ ക്യാരിയിങ് കേസ് കണ്ടാൽ മനസ്സിലാവും. ബാഗ് ഇതിൻ്റെ പുറത്ത് നമ്മുടെ കഴുത്തിലുള്ള വള്ളിയൊക്കെ ഉണ്ട്. പുറത്ത് ചെറിയ ഒന്നുമില്ല, ജസ്റ്റ് ചിക്കി എളുപ്പമാണ്. ഇവിടെ ഒരു ഇതുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് എക്സിക്യൂട്ടീവ് ബാഗാണ്. ഓക്കെ, ഇത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം. നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയി, അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി മൊത്തം പേപ്പറാണ് ഇപ്പോൾ. ഇതാണ് നമ്മളുടെ മുതൽ. ഓക്കെ, ഇരിക്കട്ടെ. വേറെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു എൻവലപ്പ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. അതിൻ്റെ എൻവലപ്പിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, ഒരു കൊച്ചു പുസ്തകം. ആക്സസറീസ് ഗൈഡ്. ThinkPad E14 ജനറേഷൻ 6നും ThinkPad E16 ജനറേഷൻ 2നും കൂടി രണ്ടിനും ഒരേ പേപ്പർ അവർ യൂസ് ചെയ്യണം. ഇത്രയുള്ളത് അത് നമുക്ക് യൂസ്ഫുൾ എന്നല്ല, നമുക്ക് തിരിച്ചെടുത്ത് വെച്ചേക്കാം. പിന്നെ വരുന്നത് ചാർജറാണ്. ചാർജിങ്ങിന് ഇത്തവണ ചാർജറിന് ഒരു കവറും കൂടി അവർ ഇട്ടിട്ടുണ്ട്. ടൈപ്പ് സി ചാർജറാണ്. എത്ര വാട്ട്സ് ആണെന്ന് ഇതിൽ നോക്കിയിട്ട് മനസ്സിലാവുന്നത്. ഇത് ഓൾറെഡി കവേർഡാണ്. ഇത് പൊളിച്ചാലേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ പൊളിക്കണില്ല. ബോക്സിനകത്ത് നമുക്ക് ബോക്സ് തിരിച്ചെടുത്ത് വേറൊരു ബുക്ക്. ഇത് ബാഗിൻ്റെ ഒപ്പം വന്നിരിക്കുന്ന ടച്ച് പാഡ് ബാഗിൻ്റെ ഒരു കവർ തന്നെയാണ്. അത് ബാഗിൻ്റെ ഒപ്പമുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാപ്ടോപ്പ്. ഞാൻ എടുത്തിരിക്കുന്ന ഈ മോഡല് ഡോസ് മോഡലാണ്. ഇത് ഷിപ്പ് ചെയ്ത് വരുമ്പോൾ വരുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സർ 16 GB റാം മാത്രമേ ഉണ്ടാവുള്ളൂ. OS ഉണ്ടാവില്ല. ഡോസ് മോഡലാണ്. OS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. ഓക്കെ, പ്ലാസ്റ്റിക് എല്ലാം മാറ്റി ഇപ്പോൾ ഇത് തുണിയുടെ കവറാണിത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതൊരു ബിസിനസ് ലാപ്ടോപ്പാണ്. ബിസിനസ് ലാപ്ടോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചിപ്പ് സെറ്റ് 24/7 റൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈനും ചിപ്പ് സെറ്റും ഹീറ്റ് സിങ്കും പ്രോപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ലാപ്ടോപ്പ് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ലാപ്ടോപ്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും. പിന്നെ ഈ ഇഞ്ചസ് ഉണ്ടല്ലോ, നമ്മൾ ഈ നമ്മുടെ സ്ക്രീൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇഞ്ചസ്, ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ബിസിനസ് ലാപ്ടോപ്പിനായിരിക്കും കൂടുതലുണ്ടാവും. നമ്മൾ ഹോം ലാപ്ടോപ്പ് മേടിച്ച് കഴിഞ്ഞാൽ അതൊരു 10,000 ഒക്കെ ആയിരിക്കും അതിൻ്റെ ചിലപ്പോൾ ഒരു കപ്പാസിറ്റി ഉണ്ടാവും ഇങ്ങനെ തുറന്നെടുക്കാനുള്ളത്. അതേസമയം ഈ മോഡലിൻ്റെ ഒരു 100,000 അല്ലെങ്കിൽ 200,000 ഒക്കെയാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ അത്രയും ലൈഫ് ഉണ്ടാവും. മറ്റത് ഹോം ലാപ്ടോപ്പ് എന്താ സംഭവിക്കുക, ഇവിടെ ബ്രോക്കായിട്ട് മിക്ക ലാപ്ടോപ്പും കണ്ടാലും അറിയാം, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇവിടെ ഉണ്ടാവില്ല. ഇന്റൽ കോർ Ultra 7 i7 കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് മോഡൽ പ്രൊസസ്സറാണ്. ഇത് ജനറേഷൻ 2 ലാപ്ടോപ്പിൽ വരുന്നത്. ഇത് ഫിംഗർ പ്രിൻ്റ് അല്ല, പവർ ബട്ടൺ. ഇതിന് ക്യാമറക്ക് ഒരു ഷട്ടർ ക്ലോസർ വരുന്നുണ്ട്. പിന്നെ ഒരു ട്രാക്ക് പോയിൻ്റ് വരുന്നുണ്ട്. ട്രാക്ക് പോയിൻ്റ് ലെനോവോയുടെ എല്ലാ ബിസിനസ് ലാപ്ടോപ്പിലും വരുന്ന ഒരു കോമൺ സാധനമാണ് ട്രാക്ക് പോയിൻ്റ്. അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെ യൂസ്. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഇതിലോട്ട് കൈ പോകില്ല. നമ്മൾ ടച്ച് പാഡിൽ തന്നെ ആയിരിക്കുള്ളൂ വർക്ക് ചെയ്യാൻ, മൗസ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതിപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡോസാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. നമ്പർ പാഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് സൈഡിൽ. പിന്നെ ഓഡിയോ ബൈ ഹാർമൻ. അപ്പോൾ ഹാർമൻ്റെ ഓഡിയോ സിസ്റ്റമാണെന്ന് തോന്നുന്നത്. സൗണ്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും, ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഇതിൽ പറയാവുന്നത് ഇത് മിഡിൽ ഈസ്റ്റ് മോഡലായതുകൊണ്ട് അറബിക് കീബോർഡ് വിത്ത് അറബിക് കീബോർഡായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഓക്കെ, നമുക്ക് സൈഡിലോട്ട് പോകാം. സൈഡിലായിട്ട് 2 Type C
പോർട്ടുകളാണുള്ളത്. ഒന്ന് നമുക്ക് ഡോക്ക് എക്സ്റ്റൻഷൻ ചാർജറിന് വേണ്ടി യൂസ് ചെയ്യാം, ഒന്ന് ടൈപ്പ് സി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ USB, ഒരു HDMI, പിന്നെ നമ്മളുടെ ഹെഡ്സെറ്റിൻ്റെ ജാക്ക് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ്. ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു LAN, ഒരു USB, പിന്നെ നമ്മുടെ ലോക്ക് വേണ്ടി ലാപ്ടോപ്പ് ലോക്ക് ചെയ്തൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഹോൾ. ഇതിൻ്റെ ബാറ്ററി റിമൂവബിൾ അല്ല, ഇതിൻ്റെ ബാറ്ററി ഇൻസൈഡ് തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി ലിഥിയം പോളിമർ ടൈപ്പ് ബാറ്ററിയാണ്. അത് ഫാസ്റ്റ് റാപ്പിഡ് ചാർജിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ബാറ്ററിയാണ്. ഇതിൻ്റെ പവർ അഡാപ്റ്റർ വരുന്നത് 65 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്ററാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പവർ അഡാപ്റ്റർ തന്നെയാണ്. അപ്പോൾ 30 മിനിറ്റ്സ് കൊണ്ട് ഇതിൻ്റെ 50% നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു 1 അവർ കൊണ്ട് ഏകദേശം ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഇതൊരു 3 to 4 hours ഒരു നോർമൽ പ്രൊഫഷണൽ വർക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു 3 to 4 hours ഒരു ബാക്കപ്പ് ഉണ്ടാവും. അല്ല ഐഡിയൽ ടൈപ്പ് വർക്കൊക്കെ ആണെങ്കിൽ 12 hours ആണ് ഇവിടെ കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ FHD 180 ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. വിത്ത് ഷട്ടർ ഉണ്ട്, അപ്പോൾ പ്രൈവസിക്ക് വേണ്ടി ഷട്ടർ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ SSD സ്റ്റോറേജ് വരുന്നത് 1 TB M2 PCI സ്റ്റോറേജ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. 2 സ്ലോട്ട് ഉണ്ട്, അപ്പോൾ 2 TB വരെ ഇതിൻ്റെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ Intel Core Ultra 7 പ്രോസസ്സറാണ് വരുന്നത്. 155H എന്ന് പറയുന്ന നമ്പറാണ് ഈ പ്രോസസ്സറിൽ വരുന്നത്. ഇൻ്റലിൻ്റെ ഗ്രാഫിക്സ് ഉണ്ട്. ഇതിൻ്റെ ഓഡിയോ ഡ്യുവൽ സ്പീക്കർ സിസ്റ്റമാണ്, ഡ്യുവൽ മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 15.8 അല്ലെങ്കിൽ 16 ഇഞ്ചോളം സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. 2560x1600 IPS ആണ്. 400 nights ആണ് ഇതിൻ്റെ പിക്സലൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല റെസൊല്യൂഷനുള്ള IPS മോണിറ്ററാണിത്. ഈ ലാപ്ടോപ്പിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റാം 64 GB ആണ്. DDR5ൻ്റെ 5400 എന്ന് പറയുന്ന ക്ലോക്കിൽ വരുന്ന റാമാണ്. ബേസ് മോഡലിൽ വരുന്നത് 16 GB ആണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു 32 കൂടി ആഡ് ചെയ്തിട്ട് 48 GB ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പാണ്. പക്ഷേ ഡോസ് മോഡലാണ്. നമുക്ക് വിൻഡോസ് ഇട്ട് കഴിഞ്ഞാലാണ് ഇത് ബാക്കിയുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിനി ഇത് ഓണാക്കി നോക്കാം. ഡോസ് മോഡലാണ്, ഓണാക്കിക്കൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, എങ്കിലും നമുക്കത് ഓൺ ചെയ്ത് നോക്കാം. ചാർജർ ഒന്ന് കണക്ട് ചെയ്തേക്കാം, ചിലപ്പോൾ ഇതിൽ ചാർജ് ഉണ്ടാവാൻ സാധ്യതയില്ല. ചാർജർ കണക്ട് ചെയ്തു. ഓടെ ലൈറ്റൊക്കെ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. എന്താ വരുന്നത് നോക്കാം. ലെനോവോ ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല, അതുകൊണ്ട് ലോഡാവില്ല. നമുക്കപ്പോൾ വിൻഡോസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ വിൻഡോസ് 11 Pro ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്യാം. ഫാനൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, അത് ഞാൻ ഇത്ര നേരം വിൻഡോസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ലോഡായി. ഏകദേശം എത്ര ഒരു 10-15 സെക്കൻഡ് കൊണ്ട് ബൂട്ടായി. അത് SSD ആണ്, അതിൻ്റെ ഫുൾ പെർഫോമൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, ഇപ്പം ഞാനൊരു ഏകദേശം ഒരു 1 അവറോളം ബാറ്ററി ചാർജ് കണക്ട് ചെയ്തിരുന്നു. അതിൻ്റെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് 84% ചാർജ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചാർജർ വരാം, ഇനി ബാക്കി ചാർജർ ഇല്ലാത്തുള്ള പരിപാടികൾ നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ കോറ് Ultra 7 എന്ന് പറയുന്നത് കുറച്ച് AI റിലേറ്റഡ് ആയിട്ട് AI ആക്സിലേഷൻ ഉണ്ടെന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റിലൊക്കെ പറഞ്ഞിരുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ ഡ്രൈവർ സെക്ഷനിൽ ഞാനൊരു സാധനം കണ്ടിരുന്നു. അതൊന്നും എന്താണെന്ന് കണ്ടേക്കാം. ഇത് കണ്ടോ, Intel AI ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണുന്നുണ്ട്. ഇത് AI ആക്സിലേഷന് വേണ്ടി, AI റിലേറ്റഡ് വർക്കല്ല, AI ആക്സിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി പവർഫുള്ളാണ്. i7-ലും കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. i7-ലും 25 എബോവ് സ്പീഡ് ഉണ്ടാവുമെന്നാണ് എൻ്റെ സൈറ്റിലൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഓഫീസ് യൂസിന് ഒരു ഐഡിയൽ ലാപ്ടോപ്പാണ്. അത്യാവശ്യം നല്ല സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ മോണിറ്റർ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 14 ഇഞ്ച് ലാപ്ടോപ്പൊക്കെയാണ് മേടിക്കണമെങ്കിൽ ഒരു സ്ക്രീനും കൂടി വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഈ ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് വരുന്നത് 2 kilogram ആണ്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. ഇതിൽ ഫിംഗറിൻ്റെ ഡ്രൈവർ കാണിക്കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഫിംഗർ തന്നെ ആയിരിക്കും. നോർമലി സാധാരണ ഇവിടെ ഫിംഗർ ആണെങ്കിൽ ഇത് ഫിംഗറിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും, സാധാരണ ഒരു സ്റ്റിക്കർ പോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിലില്ല. പക്ഷേ ഡ്രൈവേഴ്സിൻ്റെ ലിസ്റ്റിൽ ഫിംഗർ സെൻസർ കാണിച്ചിട്ടുണ്ട്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. അപ്പോൾ ഇത് ഫിംഗർ റിലേറ്റഡ് ആയിരിക്കും. ഫിംഗർ കോൺഫിഗർ ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല ലാപ്ടോപ്പാണ്. നമുക്കൊന്ന് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. എത്ര ടൈം ഷട്ട് ഡൗൺ ആവുന്നു? ഫാസ്റ്റായിട്ട് ഷട്ട് ഡൗൺ ആവുന്നുണ്ട്.
അപ്പോൾ ഇത് മേടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മേടിക്കാവുന്ന നല്ല ലാപ്ടോപ്പാണ്. നല്ല ഹോമിനും ബിസിനസ് പർപ്പസിനൊക്കെ നമ്മൾ രണ്ടിനും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ ഒരു ടൈപ്പ് ലാപ്ടോപ്പിനാണെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പാണ്. ഇതിൻ്റെ കോസ്റ്റ് ഇവിടെ വരുന്നത് ഏകദേശം 4000 ദിർഹമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്